നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ പുതിയ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വർധനവ്. സൗദിയിൽ 2021 മൂന്നാം പാദത്തിലെ കണക്ക് പ്രകാരം സ്വകാര്യ മേഖലയിൽ 7047 പുതിയ സ്ഥാപനങ്ങൾ ആരംഭിച്ചതായും ഒരൊറ്റ ദിവസം ഏകദേശം 77 സ്ഥാപനങ്ങൾ സ്വകാര്യ പ്രാദേശിക വിപണിയിൽ തുടങ്ങുമെന്നും റിപ്പോർട്ടുണ്ട്. ഇതോടെ മഹാമാരിക്ക് ശേഷവും രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൊത്തം സ്ഥാപനങ്ങളുടെ എണ്ണം 1.12% വർദ്ധിച്ച് 6,36,311 ആയി. 8,652 മൈക്രോ സംരംഭങ്ങളും ഈ കാലത്ത് വിപണിയിൽ പ്രവേശിച്ചു. ഇതോടെ ഇത്തരം സ്ഥാപനങ്ങളുടെ തോത് 2% വർദ്ധിച്ച് ആകെ എണ്ണം 4,41,122 ആയി. 5-നും 9-നും ഇടയിൽ തൊഴിലാളികളുള്ള 446 സ്ഥാപനങ്ങളാണ് ഈ കാലത്ത് പുതുതായി ആരംഭിച്ചത്. ഈ ഗണത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 1,06,045 ആയി. 200-നും 299-നും ഇടയിൽ തൊഴിലാളികളുള്ള 63 സ്ഥാപനങ്ങളും ഈ പാദത്തിൽ തുടങ്ങുകയുണ്ടായി. 4.16% വർധനവിന് സാക്ഷ്യം വഹിച്ച ഇത്തരം സ്ഥാപനങ്ങളുടെ ആകെ എണ്ണം 1,579 ആയി. 400-നും 499-നും ഇടയിൽ തൊഴിലാളികളുള്ള 41 സ്ഥാപനങ്ങളാണ് പുതുതായി തുടങ്ങിയത്. ഇതോടെ ഈ ഗണത്തിൽപ്പെടുന്നവ 462 ആയി. 9.72% ഇത്തരം സ്ഥാപനങ്ങളുടെ വർധന. കൂടാതെ സോഷ്യൽ ഇൻഷുറൻസ് സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 1,374 ആയി ഉയർന്നു. 400-നും 499-നും ഇടയിൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 44 എണ്ണമായും ഇക്കാലയളവിൽ ഉയർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം സൗദി അറേബ്യയിൽ വിദേശികളുടെ നെഞ്ചിടിപ്പേറ്റി സ്വകാര്യ തൊഴിൽ മേഖലയിൽ സ്വദേശികളായ സ്ത്രീ പുരുഷ ജീവനക്കാരുടെ എണ്ണവും ഉയരുകയാണ്. സ്വദേശിവൽക്കരണ പദ്ധതികൾ ഫലം കാണുന്നതിന്റെ തെളിവാണ് ഇത്. ഈ വർഷം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 19 ലക്ഷമായി ഉയർന്നു. സ്വദേശിവൽക്കരണം ഉയർത്തുന്നതിനായി നിരവധി പദ്ധതികളാണ് രാജ്യത്ത് നടപ്പാക്കി വരുന്നത്. ഈ വർഷത്തോടെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം വർദ്ധിച്ച് 19 ലക്ഷത്തിലെത്തിയതായി മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ സൗദി തൊഴിലാളികളുടെ എണ്ണം ഇത്രയധികം വർദ്ധിക്കുന്നത്. കഫേകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് പുറമെ മെഡിസിൻ, ഫാർമസി, ദന്തചികിത്സ, എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകൾ, അക്കൌണ്ടിംഗ് പ്രൊഫഷനുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ നടന്ന സ്വദേശിവൽക്കരണമാണ് ഈ ലക്ഷ്യം കൈവരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത്. ഉപജീവനത്തിന് സൗദി അറേബ്യ ആശ്രയിക്കുന്ന വിദേശികൾക്ക് ആശങ്കയേറ്റിയാണ് കൂടുതൽ തൊഴിൽ മേഖലകളിൽ സൗദിവൽക്കരണം നടപ്പാക്കുന്നത്. സൗദിവൽക്കരണ വനിതാ ശാക്തീകരണ കാര്യങ്ങൾക്കായുള്ള മാനവവിഭവശേഷി മന്ത്രാലയ അണ്ടർ സെക്രട്ടറി NJ മാജിദ് അൽ ദുബഹിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മീഡിയ, കൺസൾട്ടൻസി, വിനോദമടക്കമുള്ള മേഖലകളിലാണ് സൗദിവൽക്കരണം നടപ്പാക്കുക. സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന കാര്യത്തിൽ മുഴുവൻ സാമ്പത്തിക സൂചനകളും പ്രതീക്ഷ നൽകുന്നതാണ്. വിഷൻ 2030 പദ്ധതി ഫലങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്വദേശി വനിതകളുടെ തൊഴിൽ പങ്കാളിത്തം 34%-ലേറെയായി ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിഷൻ 2030 പദ്ധതി ലക്ഷ്യം ഇതിനകം മറികടന്നിട്ടുണ്ട്. ഒരു വർഷത്തിനിടെ സ്വകാര്യ മേഖലയിൽ സൗദിവൽക്കരണം 21.5%-ൽ നിന്ന് 23.6%-മായി ഉയർന്നിട്ടുണ്ട്. ഈ വർഷം നിരവധി സൗദിവൽക്കരണ തീരുമാനങ്ങളിലൂടെ മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം റോഡ് മാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിഷ്കരിച്ച നിതാഖാത്തം ആരംഭിച്ചിട്ടുണ്ട്. വരും വർഷങ്ങളിൽ സ്വകാര്യ മേഖലയിൽ സൗദിവൽക്കരണം വർദ്ധിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.